പ്രായമായവർ കൂടുതൽ ആരോഗ്യത്തോടെയും ദീർഘായുസ്സോടെയും ജീവിക്കുന്ന പ്രദേശങ്ങളായി അറിയപ്പെടുന്ന ബ്ലൂ സോണുകളുടെ മാതൃകയിൽ കോതമംഗലം മുനിസിപ്പൽ പ്രദേശത്തെ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണെന്ന് ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യ ബ്ലൂ സോൺ ആശയം കോതമംഗലത്ത് നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. ജപ്പാനിലെ ഒക്കിനാവ, ഇറ്റലിയിലെ സർദീനിയ, കോസ്റ്ററിക്കയിലെ നിക്കോയ, ഗ്രീസിലെ ഇക്കാരിയ, അമേരിക്കയിലെ ലോമ ലിൻഡ എന്നീ പ്രദേശങ്ങളാണ് ലോകപ്രശസ്തമായ ബ്ലൂ സോണുകൾ. 100 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം താരതമ്യേന കൂടുതലുള്ള ഈ മേഖലകൾ ആരോഗ്യകരമായ ജീവിതശൈലി, ഭക്ഷണക്രമം, കായികക്ഷമത, മാനസികാരോഗ്യം, സാമൂഹിക ഐക്യം എന്നിവയുടെ പേരിൽ ശ്രദ്ധേയമാണ്. പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന കോതമംഗലത്തിന് പ്രകൃതിദത്തമായ സാഹചര്യങ്ങളാൽ ബ്ലൂ സോൺ പ്രദേശങ്ങളുമായി നിരവധി സാമ്യങ്ങളുണ്ടെന്ന് ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. രാജ്യത്ത് എന്ന് മാത്രമല്ല നമ്മുടെ ലോകത്ത് തന്നെ 5 സ്ഥലങ്ങളിലാണ് ബ്ലൂ സോണുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ബ്ലൂ സോണുകളിലെല്ലാം വലിയ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ജീവിത രീതിയിൽ, ആളുകളുടെ കാലാവസ്ഥ, അതോടൊപ്പം തന്നെ ഭൂപ്രകൃതി, ഭക്ഷണരീതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നത് കൊണ്ടാണ് ഈ 5 ബ്ലൂ സോണുകൾ ഏറ്റവും മികച്ച സ്ഥലങ്ങളായി ലോകത്ത് മാറിയത്. കേരളത്തിലെ ഏറ്റവും ശുദ്ധമായ വായു ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ തട്ടേക്കാടിന്റെ സമീപസ്ഥിതിയും ശുദ്ധജല ലഭ്യതയും കാർഷിക പാരമ്പര്യവും അധ്വാനശീലരായ ജനവിഭാഗവും കോതമംഗലത്തിന്റെ പ്രത്യേകതകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലൂ സോൺ ആശയം കോതമംഗലത്ത് നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, കോതമംഗലം ക്ലബ് പ്രസിഡന്റ് ഷാജി മാത്യു, സെയിന്റ് ജോസഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോസ്മിൻ, ഡോക്ടർ ബേബി മാത്യു അറമ്പങ്കുടി, EVM ഹോട്ടൽസ് മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് മാത്യു, ആന്റോ ഉണ്ണുപാട്ട്, പാം കെയർ സീനിയർ ലിവിംഗ് മാനേജിംഗ് ഡയറക്ടർ ബാബു ജോസഫ്, ജനറൽ മാനേജർ ബിബിൻ വർഗീസ്, റിലേഷൻസ് മാനേജർ അതുല്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.